നിങ്ങൾക്കും എനിക്കും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ചോദ്യചിഹ്നമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്കിത് പറയാതെ വയ്യ, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ഇക്കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, +1 ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ എഴുതി. 10ാം ക്ലാസ് വരെ നിങ്ങൾ ഇത്രയും കാലം ജീവിതത്തിൽ പഠിച്ചിട്ടും ഒരിക്കൽ പോലും ഇങ്ങനൊരു പരീക്ഷ നിങ്ങൾ എക്കണോമിക്സിന് എഴുതിയിട്ടുണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാണ്. കാരണം നിങ്ങൾ വിചാരിച്ച പോലുള്ള ഒരു പരീക്ഷയല്ല എക്സാം ലഭിച്ചത്, അഥവാ അങ്ങനെയുള്ള ഒരു എക്സാമേ ആയിരുന്നില്ല എന്ന കാര്യം സത്യസന്ധമായിട്ട് വെളിച്ചത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ്, ആർക്കും ഇരുട്ടാക്കാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങളുടെ എക്സാം കുറച്ച് സ്റ്റാൻഡേർഡ് ലെവലായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? വെറുതെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ജനുവരി മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 40 ദിവസമാണ് സമയമുള്ളത്. ജനുവരി 1-ാം തീയതി മുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 40 ദിവസം മാത്രമാണ് ഫൈനൽ എക്സാം. ഈ ഫൈനൽ എക്സാം നടക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, മാർച്ച് 6-നാണ് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. മാർച്ച് 6-ന് തുടങ്ങും. അപ്പോൾ നോമ്പിൻ്റെ സമയമാണ്. നോമ്പ് എടുക്കുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. എന്ത് തന്നെയായാലും ആ സമയത്താണ് നമുക്ക് എക്സാം പോകുന്നത്, മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ 40 ദിവസം പഠിക്കാനുള്ളത്. എത്ര ദിവസം? 40 ദിവസം ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 6 സബ്ജക്റ്റ് ഉണ്ട്. 6 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഈ 6 സബ്ജക്റ്റിൽ എത്ര ലാംഗ്വേജ് ഉണ്ട്? 2 ലാംഗ്വേജ് വരുന്നുണ്ട്. ബാക്കി 4 എണ്ണം നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റുകളാണ്. അതിൽ എക്കണോമിക്സ് മാത്രം എത്ര ചാപ്റ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ, എക്കണോമിക്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്കണോമിക്സ് മാത്രം വരുന്ന ചാപ്റ്റർ നോക്കിക്കോട്ടടാ, വേറെ എത്രയല്ല, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയും സ്റ്റാറ്റും ചേർത്ത് നമുക്ക് ആകെ പഠിക്കാനുള്ളത് 17 ചാപ്റ്റേഴ്സാണ്. 17 ചാപ്റ്റേഴ്സ്. ഓരോ ചാപ്റ്റേഴ്സിന് ഒരു ദിവസം വെച്ച് നിങ്ങൾ മാറ്റിക്കണേ. ഒരു ദിവസം വെച്ചിട്ട് ഓരോ ചാപ്റ്റർ മാറ്റിക്കണേ. 40-ൽ 17 ദിവസം തന്നെ ആര് കൊണ്ടുപോകും? എക്കണോമിക്സ് കൊണ്ടുപോകും. ബാക്കിയുള്ള 23 ദിവസങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾക്കുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും നോക്കാൻ. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, +1 എന്ന് പറയുന്നത് ഈസി ആണോ എന്ന് പറയുന്നത്. ഇതുവരെ നമുക്ക് പറയാം കോവിഡ് അഥവാ 2020 മുതൽ 2024 വരെ നമുക്ക് പറയുന്നത് ഈസി ആയിരുന്നു എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളാണ് ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷ എഴുതിയത്, അല്ലാതെ കഴിഞ്ഞു പോയ ആരുമല്ല. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, അവർ പറഞ്ഞുതരും ഈസി ആയിരുന്നു അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഈസി ആയിരുന്നു. ഇനി എന്തല്ല, നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, ഇനി പബ്ലിക് എക്സാം ഉണ്ട്, അതിന് മുൻപ് മോഡൽ എക്സാം ഉണ്ട്. ഇത് രണ്ടും എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ലെവൽ എക്സാമിന് നിങ്ങളിപ്പോൾ പഠിച്ച രീതിയിൽ പഠിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അത് കുഴപ്പമില്ല സാറേ, എങ്ങനെയാലും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയെടുക്കാമെന്ന്. എന്നാൽ കേട്ടോ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിൽ എന്താണ്, ബുക്കിലെ പശുവാണ്, അല്ലെങ്കിൽ കടലാസിലെ പുലി എന്ന് വേണമെങ്കിൽ പറയാം. കടലാസിലെ പുലി നമ്മളൊന്നും ചെയ്യില്ല അല്ലേ, കാരണം അതിന് ജീവനില്ലാത്ത പോലെയാണ്. അതുപോലെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത്. നിങ്ങളുടെ +2 പഠിക്കുന്ന സമയത്ത്, ആ സമയത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? +2 ഫൈനൽ എക്സാമിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? +1 കൂടെ പോയിട്ട് അവരുടെ എക്സാം കൂടി എഴുതാം. അതാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ആർക്കുണ്ടാവില്ല? നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇമ്പ്രൂവ്മെൻറ്റോട് ഉപയോഗം സംഭവിക്കുന്നില്ല, അഥവാ ഉപകാരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വേറെ ഏത് വഴിയല്ല. ഇപ്പോൾ നിങ്ങളുടെ മാർച്ച് മാസം നോക്കിക്കോ, മാർച്ച് 2025-ലാണ് നിങ്ങളുടെ +1 എക്സാം വരാൻ പോകുന്നത്. 17 ചാപ്റ്റേഴ്സ് എക്കണോമിക്സിന് തന്നെ ഉണ്ട്. ഇനി നിങ്ങൾ എത്രയൊക്കെ വെട്ടിച്ചുരുക്കി പഠിച്ചാലും മിനിമം 10 ദിവസം എക്കണോമിക്സിന് വേണമല്ലോ. ബാക്കി 30 ദിവസത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് കാണണം, ലാംഗ്വേജ് കാണണം, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ 3 സബ്ജക്റ്റുകളും നിങ്ങൾ അതിൽ പഠിക്കണം. 30 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക്കാണ്. കാരണം കൃത്യമായ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറച്ച് ആൾക്കാർ വേണം അല്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്, ഈസി അല്ല മക്കളെ സംഭവം. അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ +2-ലാണ്. ആ +2 മാത്രമല്ല, നിങ്ങളുടെ +2 കഴിഞ്ഞ് നിങ്ങൾ +2-ൽ ഇനി ഫുൾ മാർക്ക് എല്ലാ സബ്ജക്റ്റിനും അടിച്ചാലും +1-ൽ മാർക്കില്ലേ മക്കളെ, പോയി, കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ +2 ഈസിയാണോ അല്ലേ എന്നുള്ള കാര്യം ഇപ്പം തന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന സമയം, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, നിങ്ങൾക്ക് +2-ൽ പരിചയം ഒരാളുണ്ടാവുമല്ലോ, അയാളോടൊന്ന് ചോദിച്ചു, എടാ +2 എന്താ അവസ്ഥ എന്ന്. അവർ പറഞ്ഞുതരും, എടാ വേണമെങ്കിൽ +1 പഠിച്ചോ, +2 നമ്മൾ വിചാരിക്കുന്ന പോലെയേ അല്ല എന്ന് പറയും. അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, പഠിക്കാൻ തുടങ്ങിക്കോ, പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ 40 ദിവസം കൊണ്ട് നിങ്ങൾ കൂട്ടിയാൽ കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടിയാൽ കൂടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം 40 ദിവസം എങ്ങനെ ഉപയോഗിക്കണം, ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ മക്കളെ, നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൽ എന്ത് ചെയ്യുക? ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഈ ബൂസ്റ്റർ ബാച്ചിൻ്റെ പ്രൊമോഷനായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. ഒരൊറ്റ കാര്യം ഞാൻ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ പറയുന്ന ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട്
എക്കണോമിക്സ് അടക്കമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ബൂസ്റ്റർ ബാച്ചിൽ +1 നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഞാൻ പറഞ്ഞ പോലെയല്ല, അഥവാ ഈ പറഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സുകൾ, PYQ എക്സാമുകൾ, ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, മെൻറ്റർഷിപ്പ് ഒന്നും നിങ്ങൾക്ക് ശരിയല്ല എങ്കിൽ പരസ്യമായിട്ട് എൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെറി കമൻ്റ് ഇടാം. ഒരു കുഴപ്പമില്ല, തെറി കമൻ്റ് ഇടാം. കാരണം നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ തെറി വിളിക്കാറുള്ളത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞത് റോങ് ആണ് എങ്കിൽ മക്കളെ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ പേര് തെറി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കമൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, പഠിച്ചു തുടങ്ങിക്കോ. ഇനി ആകെ ഉള്ളത് 40 ദിവസമാണ്. എന്ന് മുതൽ ജനുവരി 1-ാം തീയതി തൊട്ട് കൂട്ടുകയാണ്. 40 ദിവസമാണ് ആകെ സമയമുള്ളത്. അപ്പോൾ ഈ 40 ദിവസം കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് +1 മാർക്ക് വാങ്ങണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ പഠിക്കണം. കാരണം നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ടീച്ചേഴ്സ് കൂടെ ഉണ്ട്, എഡ്യൂപോർട്ട് കൂടെ ഉണ്ട്, എല്ലാത്തിനും ഉപരിയായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, പഠിക്കാൻ തയ്യാറാണെങ്കിൽ എഡ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ബൈ.